ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ തഴുതായ്മ നന്നാക്കുകയാണ് കേട്ടോ. ഇത് മാത്രമല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ആലിൻ്റെ ചുവട്ടിലുള്ളത്. അത് കാരണം അധികം മണ്ണൊന്നുമില്ല. ഞാനത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഏട്ടൻ കുറച്ച് പപ്പായ, കൊള്ളി, പഴം ഒക്കെ വാങ്ങിച്ചതേ. നമ്മുടെ വീട്ടിലെ മാങ്ങ ഇങ്ങനെ വെച്ചിരിക്കുക, പഴുക്കാൻ വയ്ക്കാൻ മറന്നു. ഞാൻ അത് വെക്കണം, ചാക്കിലേക്ക് ആക്കണം, മറന്നിട്ട് വെച്ചിരിക്കുക. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇരിക്കണത്. അപ്പോൾ ഇന്ന് ദോശയും കൊള്ളിയൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്ന് ദോശയും കൊള്ളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഭയങ്കര പണികളാണ്. അപ്പോൾ സാമ്പാർ വയ്ക്കണം, കൊള്ളി ഇഷ്ടം ഉണ്ടാക്കണം, തഴുതായും ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ രസം. എന്താ പറയുക, ഈ തഴുതായ്മയൊക്കെ കഴിച്ച കാലങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ. പണ്ട് എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ കിട്ടാൻ കുറച്ച് പാടാണല്ലോ അത്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയപ്പോൾ കൊതിമൂത്ത്, വലിയ ഇലകളും കാര്യങ്ങളൊക്കെയാണ്. കൊതിമൂത്തിട്ട് അതങ്ങ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങ് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വയ്ക്കാം കേട്ടോ. ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ വറുത്ത അതേ ചീനച്ചട്ടിയിൽ തന്നെ ചെയ്യണത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചാവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇട്ടു നമ്മൾ. ഞാൻ എപ്പോഴും എന്താ പറയുക, കടുക് അടപ്പത്തേക്ക് ഇടുമ്പോഴാണ്, നമ്മൾ ചീനച്ചട്ടിയിൽ ഇടുമ്പോഴാണ് പച്ചമുളകിൻ്റെ കാര്യം ഞാൻ എപ്പോഴും മറക്കും. ഒരു പച്ചമുളക് ഇങ്ങനെയൊക്കെ എടുക്കണത് തോരനിൽ നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ തോരൻ വയ്ക്കാം. ഇതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കില്ല. എന്നിട്ട് നമ്മുടെ ഈ തഴുതായ്മ ഉണ്ടല്ലോ, കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇടണം. ഇതുപോലെ ചേർക്കണം കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി തഴുതായ്മ നമ്മളിവിടെ ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ചീനിച്ചട്ടി ഇങ്ങനെ അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് നോക്കാം. ഞാൻ കുറച്ച് വെച്ചിട്ടല്ല, അപ്പോൾ അതൊന്ന് ചീനച്ചട്ടിയും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ മുളക് പൊടി, ഉപ്പ് മുളക് പൊടിയൊന്നും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ആവശ്യമുള്ളവർക്കൊക്കെ ചേർക്കാം. ഉപ്പുപൊടി ചേർക്കണം, സോറി, മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ. നല്ലപോലെ മൂടിയിട്ടിട്ട് വേവിക്കാം. നല്ലപോലെ മൂടിയിട്ടിട്ട് നമുക്ക് വേവിക്കാം. തീ പരമാവധി ചുരുക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതൊന്ന് ഞാൻ ഇങ്ങോട്ട് ചീനച്ചട്ടി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി അത്യാവശ്യം നമുക്ക് ഉപ്പൊക്കെ ചേർക്കണം. നല്ല പോലെ വേണത്, അതാണ് ഇതിൻ്റെ ഒരു സ്വാദം വരുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കാം നമുക്ക്. ഇത് കല്ലുപ്പ് തന്നെയാണ് ചേർക്കുന്നത്. കുറച്ച് എനിക്ക് പൊടിയുപ്പ് കഴിഞ്ഞു, ഇത്തിരി കല്ലുപ്പുള്ളൂ. അപ്പോൾ ആ കല്ലുപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കല്ലുപ്പ കഴിക്കും. ഇനി പൊടിയുപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ വെയിൽ വരുമ്പോഴേക്കൊക്കെ അലിഞ്ഞ് പോയിക്കോളും. കല്ലുപ്പൊക്കെ വേവാനുണ്ട്, കുറച്ച് വേവട്ടെ, നല്ലപോലെ വേവാനുണ്ട്. നമ്മളിങ്ങനെ ചീനച്ചട്ടി നിറഞ്ഞിരുന്നതാണ് ഇത്രയും. അങ്ങനെ വേഗത്തെ ഇനി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം കുറച്ച് നാളികേരം അങ്ങ് ചെരുകിയിട്ട് ഇട്ട് കൊടുക്കാം. വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാമല്ലോ, ചീനച്ചട്ടി ചൂടാവണേക്കാൾ മുമ്പാണ് ഞാൻ വെളിച്ചെണ്ണ വെച്ചത്. എന്താണ് നമുക്ക് വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. നാളികേരം ചെരുകിയിട്ട് കൊടുക്കാം. കുറച്ച് ചേർക്കണം, അതാണ് തോരനിൽ എപ്പോഴും നാളികേരം. ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ മുളക് പൊടിയോ ഒന്നും ചേർക്കില്ല, പച്ചമുളകോ ഒന്നും ചേർത്തില്ല. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. വെറുതെ ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ ഇലക്കറി വയ്ക്കുമ്പോൾ, ഞങ്ങൾ എന്ത് ഇലക്കറി വയ്ക്കായാലും കുറച്ച് ഉപ്പുപൊടി ചേർക്കും. ഉപ്പ് ചേർക്കും, അല്ലാതെ വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യില്ല.
അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അതാണ് നല്ലതും. ഇതിലൊന്നും ഇലക്കറിയിൽ എന്തിനാണ് വെറുതെ മുളക് പൊടി കിടണം, വെറുതെ ഇടണമെങ്കിൽ കേട്ടോ, അതൊന്നും വേറൊരു ടേസ്റ്റ്. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്ത് പരിവായിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയൊരു ആവി കൊള്ളിപ്പിക്കാം. ഇതാ തോര ഒന്നും കൂടി ഞാൻ ചെറിയൊരു ആവിയൊക്കെ കയറ്റി വെച്ചു. എന്ന് വെച്ചാൽ ഫ്രിഡ്ജിലിരുന്ന നാളികേരല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ആവിയൊക്കെ കയറ്റി വെച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ തഴുതായ്മ തോരൻ റെഡിയായി. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ഇറക്കി വയ്ക്കാം കേട്ടോ. നമ്മുടെ എന്താ എന്ത് സാധനം അത്? എടാ തഴുതായ്മ മറന്നുപോയി, പേര് മറന്നുപോയി. പിന്നെ ചോറൊക്കെ പാത്രത്തിലാക്കിട്ടോ, സാമ്പാർ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല പപ്പായ ഇരിക്കണ്ടായിരുന്നില്ലേ, പപ്പായ അങ്ങ് ചെത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ അത് കഴിക്കണം. പഴം രാത്രിയിലേക്കാണ്, പഴം കഴിക്കണം. പിന്നെ കൊള്ളിക്കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളി ദോശയിലേക്കുള്ള കൊള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാം നമുക്ക്. ദോശയും റെഡി ആയിട്ടുണ്ട്. എടുക്കാറായോ ചേട്ടാ ദോശയൊക്കെ? എടുക്കാം. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ടാണ് കേട്ടോ നടക്കാനായിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ മൊത്തം തീയിട്ടു എന്ന് മനസ്സിലായത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ തീ പിടിക്കണമെന്നില്ല, നന്നായി പിടിച്ചതൊക്കെ അല്ലേ മുളയെല്ലാം പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപകാരമായിരുന്നേനെ. പക്ഷെ അതൊന്നും പോണില്ല. വീട്ടിലേക്കാണ് ചാഞ്ഞ് വരണത്, നിറച്ച് ചവറും ഒക്കെ ഉണ്ടാകും മുളയുടെ. അപ്പോൾ പിന്നെ ഇവർ മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ തീയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല കാട് പിടിച്ച് എപ്പോഴും നിൽക്കുന്ന ഒരു പറമ്പാണല്ലോ, ചിലപ്പോൾ അത് സെയിൽ ചെയ്തിട്ടുണ്ട് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ റെഡിയായപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. നല്ല രസമുണ്ട് കാണാൻ. തീയിട്ട് കഴിഞ്ഞാൽ നല്ല എല്ലാം പോകണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മുളയ്ക്കും. വീണ് എപ്പോഴും ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഒക്കെ നല്ല ചീവിടിൻ്റെ ശബ്ദം ഉണ്ട് കേട്ടോ. ഞാൻ പുറത്ത് വന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകാരണം നല്ല ചീവിടികളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. തീയിട്ട് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ അവർ ചായ കുടിക്കാനുണ്ടായിരുന്നു, അപ്പുറത്ത് അവിടെ എവിടെയോ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. സന്തോഷമായി ഇത് കണ്ടപ്പോൾ. എന്തിനാണ് ഈ ചാല് ഇവിടെ കെട്ടിക്കണേന്ന് എനിക്കൊരു എത്തും പേടിയില്ല. രാവിലെ ചെയ്തിട്ട് പോയതാണ് ജോലിക്ക് പോണേക്കാളും മുൻപ്. ഇവർ മഴവെള്ളം ഒലിക്കാൻ പാടില്ല ഈ പറമ്പിൽ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. അത് കാരണം അവരിതൊക്കെ ചെയ്യും. എന്തിനാണിത് ചെയ്യണേന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ മഴവെള്ളം അങ്ങനെ എല്ലാ മണ്ണും ഒലിച്ചു പോകുന്നിട്ടുന്നേ. ഈ കളച്ചതൊക്കെ ഒലിച്ചു പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അജിന്ത്യ പ്രിസ ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.